നമസ്കാരം. ബ്രൂവറിയിൽ ഇടതുമുന്നണിയിലെ ഭിന്നസ്വരം CPM-ന് തലവേദന. CPI-യുടെ എതിർപ്പ് അതിശക്തമായ സാഹചര്യത്തിലാണിത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പുറത്തുവിട്ട രേഖകൾ സർക്കാരിന് തിരിച്ചടിയായിരുന്നു. ജലചൂഷണ സാധ്യതകൾ ചർച്ചയായതോടെ ബ്രൂവറിയിൽ പ്രതിഷേധം ശക്തമാണ്. അതിനിടെ ഓയാസിസ് കമ്പനി തമിഴ്നാട്ടിലേക്ക് നീങ്ങുകയാണ്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലും വില്ലുപുരത്തും പ്ലാന്റിനായി സ്ഥലം വാങ്ങാനുള്ള നീക്കം കമ്പനി ആരംഭിച്ചു. എലപ്പുള്ളിയിലെ പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ പുതിയ നീക്കം. CPI-യുടെ എതിർപ്പ് മനസ്സിലാക്കിയാണ് തീരുമാനം. തമിഴ്നാട്ടിൽ 50 ഏക്കർ സ്ഥലം വാങ്ങാനാണ് കമ്പനിയുടെ തീരുമാനം. ഇടതുമുന്നണിയിൽ RJD-യും പദ്ധതിക്കെതിരെ നിലപാടെടുത്തു. ഇതോടെ ബ്രൂവറി തുടങ്ങാൻ കഴിയുമോ എന്ന സംശയം ഓയാസിസ് കമ്പനിക്കും വന്നു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ സാധ്യത തേടുന്നത്. ഓയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളെക്കുറിച്ച് എക്സൈസ് മന്ത്രി ഉയർത്തിയ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നുവെന്ന വിശദീകരണവുമായി ചില രേഖകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടിരുന്നു. മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ ഓയാസിസ് കമ്പനി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതെന്നാണ് മന്ത്രി പറഞ്ഞത്. മദ്യനയം മാറി മദ്യനിർമ്മാണശാല തുടങ്ങുന്ന വിവരം മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഓയാസിസ് അല്ലാതെ പാലക്കാട്ടെയും കേരളത്തിലെയും ഉൾപ്പെടെ ഒരു ഡിസ്റ്റിലറികളും അറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. ഇതിനെ പൊളിക്കുന്ന രേഖകളാണ് സതീശൻ പുറത്തുവിട്ടത്. ഇതിനുശേഷം ബ്രൂവറിയിൽ മന്ത്രി MP രാജേഷ് പ്രതികരണത്തിന് പോലും തയ്യാറായിട്ടില്ല. എന്നാൽ ഈ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ആവശ്യപ്പെട്ട് ഓയാസിസ് കമ്പനി 16/6/2023 കേരള ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്നാണ്. 2025-ലാണ് പ്ലാന്റിന് അനുമതി നൽകിയത്. 2023-ലാണ് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമെന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IOC-യുടെ അംഗീകാരം കിട്ടിയതുകൊണ്ടാണ് ഈ കമ്പനിക്ക് അംഗീകാരം നൽകിയതെന്ന മന്ത്രിയുടെ മറ്റൊരു പച്ചക്കള്ളം കൂടി പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ IOC-യുടെ ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഓയാസിസ് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകിയത്. ഇതിൽ ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടെന്നും വെള്ളമാണ് വേണ്ടതെന്നുമാണ് അപേക്ഷയിൽ പറയുന്നത്. എന്നിട്ടാണ് IOC-യുടെ അംഗീകാരം ഉള്ളതുകൊണ്ടാണ് ഓയാസിസിന് മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതെന്ന് മന്ത്രി പറഞ്ഞത്. IOC അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ ഓയാസിസിന് ഇൻവിറ്റേഷൻ നൽകി. അപ്പോൾ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ്. IOC-യുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഓയാസിസിനെ സംസ്ഥാന സർക്കാർ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. മന്ത്രിയുടെ 2 കള്ളങ്ങളാണ് പൊളിഞ്ഞു വീണതെന്നും സതീശൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നത് വെള്ളത്തിന് വേണ്ടി വാട്ടർ അതോറിറ്റിയെയാണ് ആശ്രയിക്കുന്നതെന്നാണ്. എത്ര അളവിലാണ് ജലം വേണ്ടതെന്ന് പോലും പറയുന്നില്ല. ഓയാസിസ് അപേക്ഷ നൽകിയ അന്ന് തന്നെ വെള്ളം നൽകാമെന്ന് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കമ്പനിയെ അറിയിച്ചു. എന്തൊരു സ്പീഡായിരുന്നു വാട്ടർ അതോറിറ്റിക്ക്. കേരളത്തിലെ മദ്യനയം മാറ്റുന്നതിന് മുൻപ് തന്നെ ഈ കമ്പനിയുമായി സർക്കാർ ഡീൽ ഉറപ്പിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ. ഈ കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയം മാറ്റിയത്. മദ്യനയം മാറ്റുന്നതിന് മുൻപ് തന്നെ ഈ കമ്പനി എലപ്പുള്ളിയിൽ സ്ഥലം വാങ്ങുകയും ചെയ്തു. IOC-യുടെ അംഗീകാരം വാങ്ങിയത് പോലും വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് വാങ്ങിയ ശേഷമാണ്. ഇതിനെയാണ് കമ്പനിക്ക് IOC-യുടെ അംഗീകാരമുണ്ടെന്ന തരത്തിൽ മന്ത്രി വലിയ കാര്യമായി പറഞ്ഞത്. കേരള സർക്കാർ ക്ഷണിക്കുന്നതിന് മുൻപ് ഈ കമ്പനിക്ക് IOC-യുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല. ഇതായിരുന്നു സതീശന്റെ വാദങ്ങൾ. 2023-ൽ IOC മുന്നോട്ട് വെച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ കേരളത്തിൽ നിന്നടക്കം എഥനോൾ ലഭിക്കണമെന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ 2023-ൽ കേരളത്തിൽ എഥനോൾ പ്ലാന്റിന് അംഗീകാരം ഇല്ലാതെയാണ് ഓയാസിസ് ടെൻഡറിൽ പങ്കെടുത്തത്. 2025-ലാണ് സർക്കാർ ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഓയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല അനുവദിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയും അഴിമതിയുമാണെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം വലിയ നുണയാണ്. വലിയൊരു ഡീലിന്റെ ഭാഗമായാണ് മദ്യനയം മാറ്റി മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഈ കമ്പനിക്ക് അനുമതി നൽകിയത്. മദ്യനയത്തിൽ പറഞ്ഞതും പറയാത്തതും ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാന്റുകളും തുടങ്ങാനാണ് ഓയാസിസിന് അനുമതി നൽകിയത്. എന്നിട്ടാണ് മന്ത്രി ഈ കമ്പനിയെ പുകഴ്ത്തിയത്. മന്ത്രിയുടെ പുകഴ്ത്തൽ കേട്ടപ്പോഴേ സംശയം തോന്നിയതാണ്. ഡൽഹി മദ്യനയ കോഴയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഉടമ അറസ്റ്റിലായിട്ടുണ്ട്. പഞ്ചാബിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി 4 കിലോമീറ്റർ ദൂരത്തിൽ ഭൂഗർഭജലം മലിനപ്പെടുത്തിയതിനും ഈ കമ്പനി നിയമ നടപടി നേരിടുന്നുണ്ടെന്നും സതീശൻ കുറ്റപ്പെടുത്തി.